നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇന്ന് രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയും നെയ്യുമാണ് ചേർത്തത്. അത് കഴിഞ്ഞ് അതൊന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഉഴുന്നും കടുകും ഇട്ട് കൊടുത്തു. അത് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് സവാള, ഇഞ്ചി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി. അത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് കേട്ടോ. പിന്നെ തേങ്ങ. ഈ സമയം കൊണ്ട് അപ്പുറത്ത് എനിക്ക് ചായയായി. പിന്നെ പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഏകദേശം തിളച്ച് കിടക്കുകയാണ്. അപ്പം പിന്നെ ഇതിലേക്ക് റവ ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് എടുത്തപ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച്, 5 മിനിറ്റിൽ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പുമാവ് റെഡിയായി. പിന്നെ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ മീനും വറുക്കാനിടുവാണ്. മത്തിയാണ് കേട്ടോ, വലിയ മത്തിയാണ് കിട്ടിയത്. അപ്പോൾ അതും ഒന്ന് വറുത്ത് അതൊരു കറിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ പനിഞ്ഞിലുണ്ടായിരുന്നേ, അപ്പോൾ അതിലിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത്, പിന്നെ പച്ചമുളക് ഒരു 2 എണ്ണം. അപ്പോൾ ഞാൻ മീൻ വറുത്ത പാത്രത്തിൽ തന്നെയാണ്, അത് പുരട്ടി വെച്ചിരുന്ന പാത്രത്തിലോട്ടാണ് ഇതെടുത്തിട്ടത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ, പിന്നെ ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കേട്ടോ, വേറെ ഒന്നും ചേർത്തില്ല. കാരണം ആ പ്ലേറ്റിനകത്ത് മീനിൻ്റെ ആ ഒരു എല്ലാ മസാലകളെല്ലാം അതിലുണ്ടല്ലോ. അപ്പോൾ അത് കാരണം അതിലോട്ട് തന്നെ ആയതുകൊണ്ട് പിന്നെ എല്ലാം നല്ലതായിട്ട് ഞെവിടി അതെടുത്ത് കേട്ടോ. നന്നായിട്ട് പൊട്ടിച്ച് ഓരോ മുട്ടയും ഇങ്ങനെ പൊട്ടിച്ച് അങ്ങനെ നന്നാക്കി എടുക്കണം, കുഴച്ചെടുക്കണം. അത്രയും ചെയ്ത് വെച്ചപ്പോഴത്തേക്കും മീൻ തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. മീൻ ഒരു സൈഡ് വറുത്ത് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് തിരിച്ചിട്ട് കൊടുത്തു. പിന്നെ നമ്മളിപ്പം ചെയ്ത് വെച്ച പനിഞ്ഞിൽ ഞാൻ എന്താണ്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ച്, പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിങ്ങനെ നിരത്തി വെച്ച്. പിന്നെ നമുക്ക് കറി ആക്കാനുള്ളത് കൊണ്ട് ഒത്തിരി അങ്ങ് വറുത്ത് അങ്ങനെ എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വറുത്ത് കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് അതിലേക്ക് തന്നെ ആ എടുത്ത് മാറ്റിയതിലോട്ട് തന്നെ സവാള, ആ എണ്ണ ഉണ്ടല്ലോ അതിൽ, അപ്പോൾ അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കേട്ടോ. അപ്പോൾ മീനെടുത്ത് മാറ്റിയ ആ എണ്ണ തന്നെയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റാനായിട്ട് വെച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ഇത്രയും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്ത് കേട്ടോ. അരി വെന്തോന്ന് നോക്കിയപ്പോഴത്തേക്ക് വെന്തിട്ടില്ലായിരുന്നേ, അപ്പോൾ പിന്നെ ഒന്നും കൂടെ ഒന്ന് വെച്ചതാണ്. അപ്പോൾ അടുപ്പൊന്ന് മാറ്റി വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിരിച്ചിട്ടിടണം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് സോഫ്റ്റായി പോവും. അപ്പം ഇവിടെ ഇച്ചിരി മൊരിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ മൊരിഞ്ഞിരുന്നോളും. ഇത് പിന്നെ അമ്മ എനിക്ക് തേങ്ങയെല്ലാം കൂടെ ചിരണ്ടി തന്ന് വിട്ടതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പോയപ്പോൾ അമ്മ ചെല്ലുമ്പോൾ ഇതുപോലെ കുറേ തേങ്ങയെല്ലാം ഇങ്ങനെ എനിക്ക് എടുത്ത് തന്ന് വിടും. അപ്പോൾ ഞാനിതിനെ കുറച്ചെടുത്ത് അങ്ങ് ഫ്രീസറിൽ വെക്കും, ബാക്കി താഴെ വെക്കും കേട്ടോ. അപ്പോൾ ഒരു പാത്രം നിറച്ച് ഇത് വെക്കും. ഐസ്ക്രീം പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് അടഞ്ഞങ്ങിരിക്കുമല്ലോ, അത് കാരണം അങ്ങനെ ഇട്ട് വെക്കും. ഇത് പിന്നെ മീൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിൽ ഇച്ചിരി ചൂടുവെള്ളം, ഒത്തിരി തിളച്ച വെള്ളമല്ല, ചെറിയ ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടാണ് പിന്നെ ഒന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. ഈ കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അപ്പൂനും അച്ഛനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 1-ാം പാൽ എടുത്ത് വെച്ചു. പിന്നെ അതിലേക്ക് തന്നെ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും കൂടെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ സവാളയൊക്കെ വഴന്ന് കിട്ടി. പിന്നെ പനിഞ്ഞിലും ആയി കിട്ടി, അതെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഇതിനകത്ത് പൊടിയായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തത്. മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം, ഞാനത് ചേർത്തില്ല. പിന്നെ ഒരു തക്കാളി കേട്ടോ, ഒറ്റ തക്കാളി അത് അരിഞ്ഞ് അതും കൂടെ ചേർത്തിട്ട് മൂടി വെച്ചു. അത് 1 മിനിറ്റ് ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. പിന്നെ അതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ഒത്തിരി സൂക്ഷിച്ച് ചേർക്കണം, കാരണം നമ്മൾ മീനിൽ അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്തിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. പിന്നെ സവോള വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് വറുത്ത് വെച്ച മീനും കൂടെ കൂട്ടത്തിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വെച്ചിരുന്നാൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞ്, കാരണം മീൻ വെന്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 1-ാം പാലും കൂടെ ഒഴിച്ച് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കി വെച്ചിരുന്നാൽ മതി. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ.
അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഈ മേളിലത്തെ മാണ്ടിവില്ല മേളിലോട്ടും മറ്റേ മോർണിംഗ് ഗ്ലോറി താഴോട്ടും കൊണ്ട് വെക്കാമെന്ന് വെച്ചേ. കാരണം ഇതിന് അധികം മോർണിംഗ് ഗ്ലോറിക്ക് അധികം വെയിൽ വേണ്ടാന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതിൻ്റെ ഇലയെല്ലാം വല്ലാതെ നിൽക്കുന്നത് ഒരു ഉച്ച കഴിയുമ്പോൾ തൊട്ട് ഒരു 12 മണി കഴിയുമ്പോൾ തൊട്ട് അവിടെ മേളിൽ നല്ല വെയിലാണ്. അപ്പോൾ ഇതിന് അത്ര വെയിൽ വേണ്ടാന്ന് മനസ്സിലാക്കിയോണ്ട് ഞാൻ ഇതിനെ അങ്ങ് മാറ്റാം. പിന്നെ ഇതുവരെ മാണ്ടിവില്ലയിൽ ഒരു പൂ പോലും വന്നിട്ടില്ല. അപ്പോൾ അതിന് വെയിൽ വേണമെന്ന് ഇന്നാൾ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. മേടിച്ചപ്പോൾ അവർ പറഞ്ഞു അധികം വെയിലൊന്നും വേണ്ട, അതിന് എപ്പോഴും പൂ വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ വെയിൽ വേണമെന്ന് എനിക്ക് മനസ്സിലായി. അത് കാരണം അതിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പൂ വരുമോ എന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇവരെ രണ്ടുപേരെയും സ്ഥാനം ഒന്ന് മാറ്റുവാണ്. ഇത് നേരത്തെ താഴെയാണ് ഇരുന്നിരുന്നത്. അപ്പം മേളിൽ ഇരുന്ന് അത്രയും ഒരു പൂക്കളൊന്നും താഴെ ഇരുന്നപ്പോൾ വന്നില്ല. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും തിരിച്ച് മേളിൽ കൊണ്ട് വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഇലയെല്ലാം അത് കണ്ടമാനം അങ്ങ് വള്ളി കയറി അങ്ങ് പോവുകയാണേ. ആ ഒരു നൂല് അതിൽ നിന്നൊന്ന് കയറി നിന്ന് വിട്ടെടുക്കാൻ കുറേ സമയം എടുത്തു കേട്ടോ. വരുന്നേ ഇല്ല, കാരണം ഭയങ്കരമായിട്ട് ചുറ്റി അങ്ങ് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനെ അവിടെ നിന്നെല്ലാം എടുത്ത് അതിൻ്റെ കുറേ ഇലയൊക്കെ കരിഞ്ഞു തുടങ്ങി. അതാണ് ഞാൻ പിന്നെ നോക്കിയത്, ഇതിനി കരിഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടേ, വെയിൽ കൂടിയിട്ട് എന്തായാലും ഒന്ന് മാറ്റി വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിനെ കൊണ്ടുവന്ന് താഴെ വെച്ച്. അപ്പോഴത്തേക്കാണ് ഞാൻ ഇന്ന് ഭയങ്കര വെയിലല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച കൊക്കോപിറ്റ് ഞാൻ മൊത്തം ഉണക്കിയിട്ടില്ലായിരുന്നേ. അപ്പോൾ ബാക്കിയും കൂടി ഒന്ന് എടുത്തൊന്ന് ഉണക്കി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് കുറേ എടുത്ത് അവിടെയൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബക്കറ്റിലോട്ട് ആവശ്യത്തിന് പിന്നെ എടുക്കാൻ എളുപ്പത്തിന് അതാണ് നല്ലത്. അപ്പോൾ അതെടുത്ത് ആ ബക്കറ്റിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ വിനോട്ടം വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം നട്ട ക്ലോണിമയൊക്കെ എടുത്തൊന്ന് വെയിലത്തോട്ട് വെച്ചായിരുന്നേ. ജസ്റ്റ് ഇപ്പോൾ 1 മണിക്കൂർ ഒന്ന് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. കാരണം ഇതെല്ലാം നനഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ വേരെങ്ങനെ അഴുകിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് അതൊന്ന് കൊണ്ടുവന്ന് വെളിയിൽ വെച്ച് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കിളികളെയും കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അവരെയും കൊണ്ടത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഏത് വഴിക്ക് പോയാലും അവരുണ്ടല്ലോ, അത് കാരണം അവരെ ഒന്ന് ഇടയ്ക്കൊന്ന് എടുത്തതാണേ, കുഞ്ഞ് അതുവഴി വന്നപ്പോഴത്തേക്കും. പിന്നെ ഞാൻ ആ ഇതിലുള്ള മോർണിംഗ് ഗ്ലോറിയിലുള്ള കംപ്ലീറ്റ് ഉണങ്ങിയ ഇലയെല്ലാം പറിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് മാണ്ടിവില്ല അതിൻ്റെ മണ്ടയ്ക്കോട്ട് പോവുകയാണ്. അപ്പം മേളിൽ ആ ഷീറ്റിൽ തട്ടിയിട്ടാണെന്ന് തോന്നുന്നു അത് കരിയുന്നുണ്ട്. അപ്പം ഞാനത് അവിടുന്ന് മേളിൽ നിന്ന് അതിൻ്റെ വള്ളിയെല്ലാം വിടിയിച്ചെടുത്തു. ഇതിൻ്റെ വള്ളി പെട്ടെന്ന് കുറച്ചും കൂടെ ഒന്ന് കട്ടിയുണ്ട് അതിൻ്റെ ആ ഒരു വള്ളിക്ക്. പക്ഷെ മറ്റേതിന് തീരെ രക്ഷയില്ല, നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ അവിടെ വെച്ച് പൊട്ടിപ്പോവും. അപ്പോൾ ഇതും മൊത്തം ചുറ്റിപ്പോയായിരുന്നു ആ കമ്പി കൂടെ. അപ്പോൾ അതിനെയെല്ലാം അവിടെ നിന്ന് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഇനി അതിനെ കൊണ്ട് ഈ മാണ്ടിവില്ലെ കൊണ്ടുവന്ന് ഞാൻ മേളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് അത്യാവശ്യം നല്ല നീളത്തിലുണ്ട് അതിൻ്റെ ഇത് കണ്ട, അത് പോയിരിക്കുന്നത് ഒത്തിരി നീളത്തിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതെടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ മറ്റേനെ എടുത്ത് അങ്ങോട്ട് അതേ സ്ഥാനത്തോട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒത്തിരി വെയിൽ കിട്ടത്തില്ല, എന്നാൽ രാവിലത്തെ ഒക്കെ വെയിലൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതിനെ തിരിച്ച് ആ ഒരു സ്ഥലത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് കെട്ടിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ മണി പ്ലാന്റാണ് അവിടെ താഴെ ഇങ്ങനെ പിടിച്ച് നിന്നത്. അപ്പം ഞാനതിനെ ഇങ്ങനെ വലിച്ചെടുത്ത് നല്ലതായിട്ട് വേരുണ്ട് കണ്ട, നല്ലതായിട്ട് വേരുണ്ട്. അപ്പം ഞാൻ വിനോണ്ടയിൽ അത് നഴ്സറിയിലോട്ട് കൊടുത്തു വിട്ടു. പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ 3 മക്കളെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. കുറച്ച് നേരം ഞാൻ ഉച്ചയാകുമ്പോൾ ഇങ്ങനെ വന്നിരിക്കും ഇവരെയും കൊണ്ട്. അപ്പോൾ 2-3 പേർക്കും ഭയങ്കര സന്തോഷമാകുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.